ഞാൻ 12:30 മണിക്ക് എനിക്ക് ഇവിടുന്ന് കുട്ടികൾ വിളിച്ചു. പെട്ടെന്നൊരു ആംബുലൻസ് വേണം, പെട്ടെന്നൊരു ആംബുലൻസ് പറഞ്ഞയക്കി, ഇങ്ങനെ ഇവിടെ പൊള്ളലേറ്റിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അയൽവാസിൻ്റെ കുട്ടിക്ക് പൊള്ളലേറ്റിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ചു, പറഞ്ഞാൽ ആംബുലൻസ് പെട്ടെന്ന് വന്നു. ഓടി വന്നപ്പോഴേക്കും ഇവിടെ കുറേ ആളുണ്ട്, അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താട്ടി മേലും ഇങ്ങനെ ഒരു തുണി ഇട്ട് കൊടുത്തു. മേലും ഒന്നുമില്ല, അവർ തുണി കൊടുത്ത് കടത്തി കൊടുത്തു. കടക്കാനൊന്നും ഇനി വൈകിട്ട് ആകെ വന്നിക്കണം. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിത് കൊടുത്ത് വെള്ളം കുടിച്ചാൽ കൊടുത്തു. ആംബുലൻസ് വന്നത് കൊണ്ടുപോയി. ഇത്രയും ഞമ്മക്കറിയുള്ളൂ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. 5 മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഷഹനയുടെ വിവാഹം. മുൻഷാദ് എന്നായിരുന്നു വരൻ്റെ പേര്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മധുവിധു നാളുകൾ തുടങ്ങി. ഇത്രയും നല്ല മാതൃകാ ദമ്പതികൾ വേറെ ഉണ്ടാവില്ല. 2 പേരുടെയും 2ാം വിവാഹമാണ്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഷഹനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ലൈഫ് വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. സ്വന്തം വീട്ടിലേക്ക് വിളിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ അയൽവാസിയോട് സംസാരിക്കാൻ പാടില്ല, ആരുമായിട്ടും സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോഴൊക്കെ ഭർത്താവ് വേറൊരു അർത്ഥത്തിൽ കാണുകയാണ്. ഒടുവിൽ വേദനയോടെ ഷഹന തിരിച്ചറിഞ്ഞു, ഇതൊരു സംശയരോഗമാണ്. ഷഹന കഴിഞ്ഞ ദിവസം ഭർത്താവുമായിട്ട് വഴക്കിട്ടു. വിഷയം ഇതന്നെ, സംശയരോഗം. ഒടുവിൽ ആ വഴക്കിന് ശേഷം ഒരു ഭാഗത്ത് ബെഡിൽ കിടന്ന ഷഹനയുടെ മേത്തേക്ക് ഭർത്താവ് മുൻഷാദ് എണ്ണയൊഴിച്ച് തീ കൊളുത്തി. ജീവനും കൊണ്ടോടി തീപ്പൊള്ളലേറ്റ ഷഹന അടുത്ത വീട്ടിലേക്ക്. പക്ഷേ അപ്പോഴേക്കും 70% പൊള്ളലേറ്റിരുന്നു ആ ശരീരം മുഴുവനും. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പെരിന്തൽമണ്ണയിലുള്ള ഈ ഷഹന ഇന്നലെ മരണത്തിന് കീഴടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സംശയരോഗം വല്ലാത്തൊരു വില്ലനാണ്. സ്വന്തം ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് തീക്കൊളുത്തിയ ഭർത്താവ് മുൻഷാദിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ സ്ത്രീകളൊക്കെ അയാൾക്കെതിരെ തിരിഞ്ഞു. കാരണം ഇതുപോലത്തെ ഒരു കൊലപാതകം അംഗീകരിക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഈ സംശയരോഗം എന്നുള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അള്ളാഹു നമുക്കാർക്കും നൽകാതിരിക്കട്ടെ, പ്രാർത്ഥിക്കുക. ഉണ്ടെങ്കിൽ നല്ല ചികിത്സകളുണ്ട്. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. കുറേയൊക്കെ ചികിത്സ കൃത്യമായിട്ട് ചെയ്തതൊക്കെ ഏറെക്കുറൊക്കെ മാറിയിട്ടുണ്ട്. പലരും കൃത്യമായിട്ട് ചികിത്സ നൽകില്ല. അപ്പം 2ാം വിവാഹം. അപ്പോൾ ആദ്യ വിവാഹത്തിൽ ഇവർക്ക് 2 പേർക്കും കുട്ടികളുണ്ട്, ഓരോ കുട്ടികളുണ്ട്. ആ കുട്ടികളോടൊപ്പം ഇവർ മാതാപിതാക്കൾക്കൊപ്പമാണ് പെരിന്തൽമണ്ണയിൽ വീട്ടിൽ താമസിക്കണേ. ഈ ഷഹനയുടെ സ്വന്തം വീട് കുന്നംകുളത്താണ്. ഷാദിൻ്റെ ഫസ്റ്റ് ഭാര്യ അപസ്മാരത തുടർന്നാണ് ഇത്ര നേരത്തെ മരണപ്പെട്ടത്. അപ്പോൾ ഇയാളുടെ ഉള്ളിൽ ഭയങ്കര സംശയരോഗമാണ്. ഈ സംശയരോഗം വന്ന ആളുകൾക്ക് അവർ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ന്യായീകരണമായിരിക്കും. ഒരിക്കലും അവർ ഞങ്ങളൊരു രോഗികളാണെന്ന് അവർ സമ്മതിക്കില്ല. ഇത് ഭർത്താവിനാണ് രോഗം എന്നുണ്ടെങ്കിൽ ഭാര്യ ആരോടെങ്കിലും സംസാരിച്ചാലോ ഒക്കെ വേറൊരർത്ഥത്തിലാണ് കാണാം. അതിനൊക്കെ ഒരു ചാരിത്രത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, വേറെ ആരോടോ എന്തൊക്കെ ഒരു ബന്ധമുണ്ടെന്ന രീതിയിലാണ് കാണാം. അതേപോലെ ഭർത്താവിന് ഭാര്യക്കാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിലോ അപ്പോഴും ഇങ്ങനെ തന്നെ. സംശയരോഗം വന്നാൽ നമ്മളിതിൻ്റെ തോത് പല രീതിയിലാണ്, പല ആളുകൾക്കും പല രീതിയിലാണ്. ഇതിൻ്റെ തോത് ഒരു പരിധിയിൽ അപ്പുറമാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചികിത്സക്ക് കൊണ്ടുപോകണം. ചികിത്സക്ക് കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് ചികിത്സ കൊടുക്കണം. മരുന്നുകളുണ്ട്, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മരുന്നുണ്ട്. അതോടൊപ്പം ഒരു കൗൺസിലിങ്ങും കൊടുക്കണം. കൗൺസിലിംഗ് വ്യത്യസ്ത തെറാപ്പികളുണ്ട്. ഇസ്ലാമിക് കൗൺസിലിങ്ങിലും ഇതിന് പരിഹാര മാർഗങ്ങളുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇത്തരം കേസുകളൊക്കെ വരാറുണ്ട്. നമ്മൾ കൃത്യമായിട്ട് അവർക്ക് അവയർനെസ് കൊടുത്ത്, മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ കൗൺസിലിങ്ങും ഇസ്ലാമിക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ വലിയൊരളവിൽ പരിഹാരം ഉണ്ടാവലുണ്ട്. വളരെ വലിയൊരു നിർഭാഗ്യകരം. ആ ഒരു പെൺകുട്ടി ആലോചിച്ച് നോക്ക്, സ്വന്തം വീട്ടിലേക്ക് വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ. ചില ആളുകൾ, ചില സ്ത്രീകൾക്ക് സംശയമൊക്കെ വന്നാൽ സ്വന്തം ഉമ്മാനെ കാണാൻ പോയാൽ ആ വീട്ടിലേക്ക് പോയാലൊക്കെ തോന്നുന്നു ഈ മറ്റോനെ കാണാൻ പോയതല്ലേ, മറിച്ചോനെ കാണാൻ പോയതല്ലേ, വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ മുഴുവൻ ഈ രീതിയിലേ കാണുള്ളൂ. ജീവിതം വലിയ ദുസ്സഹമാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ ഒന്നുകിൽ ചികിത്സക്ക് കൊണ്ടുപോവുക. പക്ഷെ പലരും ഇത് സമ്മതിക്കൂല. എനിക്ക് സംശയരോഗമാണെന്ന് അയാൾ സമ്മതിക്കൂല. ചില കേസുകളിലൊക്കെ സംശയരോഗം, അപ്പോൾ എനിക്ക് ചിലർ വിളിക്കുമെങ്കിൽ സംശയരോഗം ഉണ്ട്, ഞാൻ വല്ലാതെ എൻ്റെ പങ്കാളിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എനിക്കൊരു പരിഹാര മാർഗം വേണമെന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കാറുണ്ട്. ചില ആളുകൾ അത് സമ്മതിച്ചു തരൂല, പ്രത്യേകിച്ച് ആണുങ്ങൾ സമ്മതിച്ചു തരൂല. പിന്നെ ഈ സംശയരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ഒരു മാർഗം ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആവുക എന്നുള്ളതാണ്. എന്നാലും പിന്നെ 2ആയിട്ട് ജീവിക്കില്ല. അതായത് ജീവൻ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. പലപ്പോഴും ഈ ആണുങ്ങൾക്ക് സംശയരോഗം ഉണ്ടാകുമ്പോഴാണ് ഭാര്യയുടെ മേത്ത് ഈ കായികമായിട്ട് കൈകാര്യം ചെയ്യുക, കൊലപ്പെടുത്തലോ ഇതൊക്കെയാണ് പിന്നെ ഒടുവിൽ സ്വയം ജീവനൊടുക്കലൊക്കെ എത്തുക. അത് കുറേ സഹിക്കുമ്പോഴേ പിന്നെ ചില ആൾക്കാർ എന്ത് ചെയ്യുമ്പോൾ ജീവനൊടുക്കുക. നമ്മൾ കാണുമ്പോൾ ജീവനൊടുക്കൊരു വാർത്തയെ കാണുള്ളൂ. ഇതിന് പിന്നെയുള്ള റീസൺ ഇങ്ങനെയാവും. അപ്പോൾ പോലീസ് തന്നെയാണ് പറഞ്ഞത് ഇത് സംശയരോഗത്തിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഈ ആക്രമണം നടന്നതെന്നുള്ളത്. എന്തായാലും ഇതിലൊരു നാട്ടുകാരൻ പറയുന്നൊരു കാര്യം കേട്ടോക്കോ. ഞാൻ 12:30 മണിക്ക് എനിക്ക് ഇവിടുന്ന് കുട്ടികൾ വിളിച്ചു. പെട്ടെന്നൊരു ആംബുലൻസ് വേണം, പെട്ടെന്നൊരു ആംബുലൻസ് പറഞ്ഞയക്കി, ഇങ്ങനെ ഇവിടെ പൊള്ളലേറ്റിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അയൽവാസിൻ്റെ കുട്ടിക്ക് പൊള്ളലേറ്റിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസ് വിളിച്ചു, പറഞ്ഞാൽ ആംബുലൻസ് പെട്ടെന്ന് വന്നു. ഞാനിവിടെ കയറ്റി വിട്ടത്. അപ്പോൾ എന്നോട് കുട്ടി സംസാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുട്ടി പറഞ്ഞപ്പോൾ കുട്ടി ഞാനിവിടെ വീട്ടിൽ കൊടുന്നോളാം, കുഴപ്പമൊന്നും വരില്ല കുട്ടിക്കെന്ന് പറഞ്ഞു. അങ്ങനെ കയറ്റി വിട്ടു. മൗലാനി ചെന്നപ്പോൾ അങ്ങനെ കോഴിക്കോട് കൊണ്ടുവന്നാൽ കണ്ട് അവിടുന്ന് ആംബുലൻസ് കയറ്റി വിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ ശരിക്കും അറിയില്ല വെച്ചാൽ അവിടെ ജനങ്ങൾ കൂടിക്കണം. അപ്പോൾ ചെന്നപ്പോൾ ഇതിനെ കൊടുന്ന് ഇങ്ങനെ ഇരുത്തിക്കണം.
ഇതിനെങ്ങനെ ഇരുത്തിയേക്ക് കണ്ടേക്ക് ഞങ്ങൾ തുള്ളി വെള്ളം വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോഴത്തേനും അവിടെ ആൾക്കാർ കുറെ കൂടിക്കുന്നു, അവിടെ കുറെ പണിക്കാരുണ്ട്, ഇവിടെ കുറെ പിന്നെ ആൾക്കാർ വെള്ളത്തിന് കന്നുമാറ്റിയൊക്കെ കൂടിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോഴാണ് ഞാൻ അതെന്താ ഏതാണ് നമ്മളെ പെരാക്കുണ്ടില്ല, നമുക്ക് നമ്മ പറ്റിയിട്ടൊന്നും അറിയില്ല. ഓടി വന്നപ്പോഴത്തേനും ഇവിടെ കുറെ ആളുണ്ട്, അപ്പൊ ഇവിടെ ഇരിക്കണുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താട്ടി മേലും ഇങ്ങനെ ഒരു തുണി ഇട്ട് കൊടുത്തു. മേലും ഒന്നുമില്ല, അവർ തുണി കൊടുത്ത് കടത്തി കൊടുത്തു. കടക്കാനൊന്നും ഇനി വലിയ ആകെ വന്നിക്കുന്നു. അങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിത് കൊടുത്ത് വെള്ളം കുടിച്ചാൻ കൊടുത്തു. ആംബുലൻസ് വന്നത് കൊണ്ട് ഇത്രയും ഞമ്മക്ക് അറിയുള്ളൂ, വേറെ ഒരു പരിപാടിയും അറിയില്ല. പൊള്ളല് നല്ലോണം ഏറ്റുക്കണു, എല്ലായിടം പൊള്ളല് ഏറ്റുക്കണു. പറഞ്ഞു എന്റെ കുട്ടിനെ അവിടെ ഇടരുത്, എന്റെ കുട്ടിനെ വണ്ടി കയറ്റിയത് ഞങ്ങളോട് പറഞ്ഞു. ഞാൻ ശരിക്കും കേട്ടു. ഒരു കുട്ടി ആ ഒരു വഴക്ക് ഇവിടെ ഞങ്ങളോട് പറഞ്ഞു. പിന്നെ പറഞ്ഞു പച്ചവെള്ളം ഞങ്ങൾ കൊടുത്തേക്ക്, പച്ചവെള്ളച്ചിന്റെ പള്ളയുടെ ഉള്ളു വേഗാണ്, തുള്ളി ചൂടുവെള്ളം തരീന്ന് പറഞ്ഞു. അല്ല, ചൂടുവെള്ളം എന്ന് അറിയണം, ഐസും കട്ടട്ട വെള്ളം തരീന്ന് പറഞ്ഞു. നമുക്ക് പറയാൻ തന്നെ അന്തല്ലട്ടില് ആ കോലത്തിലാണ്. അങ്ങനെ നമ്മൾ കണ്ടു, അത്രയേ ഉള്ളൂ. ചിലരൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് ഭാര്യയുടെ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ സംശയിക്കലും ഭർത്താവിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ നോക്കുക എന്നുള്ളത് സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്നാണ്. ഒരിക്കലും അല്ല, സ്നേഹക്കൂടുതൽ കൊണ്ടല്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് സംശയ രോഗം എന്നുള്ളത് നമുക്ക് വരുന്ന നമുക്ക് ശരീരത്തിന് രോഗങ്ങൾ വരുന്നത് പോലെ മനസ്സിന് വരുന്നൊരു രോഗമാണ് സംശയരോഗം. ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഒരു 30 വയസ്സ് മുതൽ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മരണപ്പെട്ട പെൺകുട്ടിക്ക് 25 വയസ്സാണ്. എത്ര ചെറു പ്രായമാണ്, ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണ്. സംശയരോഗത്തിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പങ്കാളിയുടെ ഫോണ് പരിശോധിക്കുക. പങ്കാളിയുടെ ഫോണ് അതിൽ രഹസ്യമായിട്ട് നോക്കുക. രഹസ്യമായിട്ട് നോക്കിയിട്ട് മറ്റവനെ കണ്ടുപിടിക്കുക. എന്തിനാണ് അതിൻ്റെ നിൽക്കണം, എന്തിനാണ് വേറൊരാളെ ഫോണ് നോക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നോക്കിയിട്ട് കണ്ടെത്തിയിട്ടാണ് ഓരോരോ കണ്ടില്ല അങ്ങനെ ചാറ്റ് കണ്ടു, ഇങ്ങനെ ചാറ്റ് കണ്ടു. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോ ഭാര്യക്കോ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് അവിടെ എൻഗേജ്ഡ് ആണെങ്കിൽ അപ്പോൾ ചോദിക്കുക, നിങ്ങൾ ആരായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം അങ്ങനെ അപ്പോൾ തുടങ്ങിയ ആ സംസാരം. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഭാര്യ എൻഗേജ്ഡ് ആണ്, ഭർത്താവിനെ വിട്ടാണ് ഭാര്യ കുട്ടിക്ക് വിരുന്ന് വയ്ക്കണം. അപ്പോൾ ഇയാൾക്ക് തോന്നുന്നു ഓളിപ്പോൾ ആർക്കാണ് വിളിച്ചത്, ഓളോളോ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെ. പിന്നെ ഇയാളുടെ ഉള്ളിൽ ആ രീതിയിലാണ്. നേരെ തിരിച്ചു ആവുക, ഭാര്യ എന്തോ ആവശ്യത്തിന് ഭർത്താവിനെ വിളിച്ചു, ഭർത്താവ് ഇപ്പോൾ എൻഗേജ്ഡ് ആണ്, പിന്നെ വിളിച്ചു അപ്പോഴും എൻഗേജ്ഡ് തന്നെ. അപ്പോൾ ഓൾക്കൊരു തോന്നലാണ്, ഞാൻ വിളിച്ച പഠനം ഫോൺ കട്ട് ചെയ്തുകൂടെ. അയാൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോളായിരിക്കും, ആ കോളായതുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത്. അപ്പോഴേക്കും സംശയങ്ങൾ ഏത് രീതിയിൽ വരിക, ഇത് വേറെ ഏതൊരു സ്ത്രീയുമായിട്ട് കണക്ട് ചെയ്ത, ഇതൊക്കെയാണ് തുടക്കത്തിൽ വരുന്ന ഈ സംശയ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഈ കൃത്യമായുള്ള ചികിത്സ വേണം. പിന്നെ ഞാൻ വേറൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് ഒരു സംശയരോഗം ഉണ്ട് വിചാരിച്ചോ. സംശയരോഗം ഉണ്ടാകാവുന്ന ചില ആളുകൾക്ക് എല്ലാവരുടെ കാര്യത്തിൽ സംശയരോഗം ഉണ്ടാവില്ല. അതായത് ചില പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ മാത്രമായിരിക്കും സംശയരോഗം ഉണ്ടാവുക. അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ ബോധപൂർവ്വം ഒഴിവാക്കുക. വലിയ റിസ്ക് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അമ്മായിയുടെ ഏതെങ്കിലും വീട്ടിലേക്ക് ഏതെങ്കിലും വിരുന്നുകാർ വന്നാൽ ഈ വിരുന്നുകാർ ഇപ്പോൾ അമ്മായിയുടെ മോള് അല്ലെങ്കിൽ അമ്മാവൻ്റെ മോള്, ആ അമ്മാവൻ്റെ മോളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ സംശയരോഗം ഉള്ളതെങ്കിൽ ആ അമ്മാവൻ്റെ മോള് വീട്ടിലേക്ക് വന്നാൽ ഒന്നുമില്ലെങ്കിലും ഈ പെണ്ണ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കും ഭാര്യ, അത് നിങ്ങളെ കാണാൻ വന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം മാറ്റി നിർത്തുക. അമ്മാവൻ്റെ മോളെങ്ങാനും വിരുന്ന്, അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഇയാൾക്ക് സംശയരോഗം ഉണ്ട് എന്നുള്ളത്. ഇവിടെ പ്രശ്നം നടക്കുന്ന അവർക്ക് അറിയണ്ടാവില്ല. അവർ വന്നാലും എല്ലാം സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കാതിരിക്കുമ്പോൾ ഈ സംശയരോഗം മാറും. പിന്നെ സ്നേഹത്തോടു കൂടി കാണുക. അവരങ്ങനെ സംശയരോഗത്തിൻ്റെ ഭാഗമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് വഴക്കിടണ്ട. അവരിതൊരു അസുഖമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എനിക്ക് മനസ്സിലായി, പറഞ്ഞതൊക്കെ കറക്റ്റ് തന്നെയാണ്, ഇതൊരു സംശയരോഗമാണ്, നിൻ്റെ ഉള്ളിലുള്ള സ്നേഹം കൊണ്ടാണെന്നൊക്കെ തുറന്നു പറഞ്ഞെന്ന് പറഞ്ഞ് ആ ഭർത്താവിനെ അല്ലെങ്കിൽ പങ്കാളിയെ അത് അംഗീകരിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. സംശയരോഗം ഉള്ള ആളും സംശയരോഗം ഇല്ലാത്ത ആളും കൗൺസിലിങ്ങിന് വിധേയരാവണം. കാരണം സംശയരോഗികളായ ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് സംശയരോഗം ഇല്ലാത്ത പങ്കാളി മനസ്സിലാക്കണം. സംശയരോഗമുള്ള ഒരാൾ ഇതിനെന്ത് പരിഹാര മാർഗ്ഗങ്ങളാണ്, തെറാപ്പികളാണ് ചെയ്യേണ്ടതെന്ന് അയാളും മനസ്സിലാക്കണം. ഇതിന് വിഷയം ഇവിടെ കിടക്കണം വെച്ചാൽ അയാൾ സംശയരോഗം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ അറിഞ്ഞാൽ അങ്ങോട്ട് വഴക്കിടും. പിന്നെ ഈ വഴക്കാണ് പിന്നീട് എവിടേക്ക് എത്തുന്നത്, കൊലപാതകത്തിലേക്കോ ജീവനൊടുക്കുന്നതിലേക്കോ എത്തുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ തൃശ്ശൂർ ഭാഗത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടിന് ഭാഗമായിട്ട് വെടിക്കോപ്പുകളൊക്കെ പടക്കം നിർമ്മിക്കുന്നിടത്ത് സ്ഫോടനം നടന്നിട്ട് 14ഓളം ജീവനുകളാണ് ഇല്ലാതായത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ പൂരത്തിന് ഈ വെടിക്കെട്ടുകൾ ഇത്രയും വലിയ ഉഗ്ര ശബ്ദത്തിൽ വെടിപൊട്ടിച്ചിട്ട് കുറേ ആളുകളെ കൊലപ്പെടുത്തി തൃപ്തിപ്പെടുന്ന ഒരാളാണോ ദൈവം? ഇതൊക്കെ ഒന്ന് നിർത്തലാക്കിക്കൂടെ? ഇതിന് വേറെ രീതിയിലുള്ള ഈ വെടിക്കെട്ടുകളൊക്കെ മറ്റേ ചാനലുകളുടെയും മറ്റു ആഘോഷങ്ങൾ, ലോകകപ്പിലൊക്കെ നല്ല വർണ്ണത്തിലുള്ള അടിപൊളി ലൈറ്റുകളും അങ്ങനത്തെ ഒരു തരത്തിലും പ്രകൃതിക്ക് ദോഷമില്ലാത്ത, ഉഗ്ര ശബ്ദങ്ങളില്ലാത്ത, വെടിക്കോപ്പിൻ്റെ മണമില്ലാത്ത, അപകടങ്ങളില്ലാത്ത എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമൊന്നുമില്ല. ഈ വെടിക്കോപ്പുകൾ എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആചാരങ്ങൾ എന്നുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു സാധനമല്ലേ. ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ? അപ്പോൾ ആ 14 പേരും മരിച്ചോടത്തൊന്ന് കണ്ടോക്കണം. ചിതറിത്തെറിച്ചിട്ട് 1/2 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ആൾക്കാരെ ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ചത്. ഹോസ്പിറ്റലിലേക്ക് 4-5 ആംബുലൻസ് വന്നിട്ട് ചാക്കിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ.
അവിടെ ഇത് നിർമ്മിക്കുന്നിടത്താണ് ഈ സ്ഫോടനം നടന്നത്. ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, കരിയും വേണ്ട കരിമരുന്നും വേണ്ട. കരി എന്ന് പറഞ്ഞാൽ ആന പൂരത്തിനുള്ളതല്ല, കരിമരുന്നുകളും വേണ്ട. എത്ര വലിയ നവോത്ഥാന വാക്കുകളാണ് ആ നവോത്ഥാന നായകനിൽ നിന്നുണ്ടായത്. അതൊന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നോക്കി ഇതൊക്കെ മറന്നിട്ട് ഈ 14 പേരുടെ ജീവനും പോയിട്ട് ഇപ്പോഴും തൃശ്ശൂർ ടൗണിൽ പോയാൽ നിങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷനും മറ്റൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും നമുക്കിതൊരു കണ്ണ് തുറക്കൂല. എന്നൊരു പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയനാണ്. ഈ വെടിക്കെട്ട് നിർത്തുന്ന രീതിയിലുള്ള ഒരു ആഘോഷങ്ങൾ പോരെ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം തന്നെ. താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പതാക ഏത് രാജ്യത്തിൻ്റെതാണെന്നുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത, ഈ രാജ്യത്ത് ഒരുപാട് പിരമിഡുകളുണ്ട്. പിരമിഡുകളുടെ നാട് എന്നാണ് അറിയപ്പെടുക. അതേപോലെ ലോകത്തെ നമ്പർ 1 നദികളിലൊന്നായ നൈൽ നദി ഈ രാജ്യത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇന്നലെ നമ്മൾ ഇതുപോലെ ചോദ്യം ചോദിച്ചിരുന്നു, അതിൻ്റെ ശരിയായ ഉത്തരം മൊറോക്കോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കുന്നത്, ഈ നൈൽ നദികളുടെ രാജ്യമുള്ള ഒരുപാട് പിരമിഡുകളുടെ രാജ്യമുള്ള പഴയ ഒരുപാട് നല്ല കൾച്ചറുകൾ ഇന്നും അവിടുത്തെ നഗരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗം ഇന്നും അടയാളപ്പെടുത്തുന്ന അത്യുന്നതമായ സംസ്കാരങ്ങളുള്ള വളരെ വലിയൊരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഇന്നും. നമ്മൾ ഇന്നലെയും പറഞ്ഞ ആഫ്രിക്കൻ ഭൂഖണ്ഡം തന്നെയാണ്, ഇന്നും ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തിലെ പ്രധാന മതം ഇസ്ലാമാണ്, പ്രധാന ഭാഷ അറബിക്കാണ്. എല്ലാ മതക്കാരും അവിടെ ഉണ്ട്. അതുപോലെ മുസ്ലിങ്ങൾ തന്നെ സുന്നി വിഭാഗക്കാരാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെതാണ് ഈ പതാക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.